ഓക്കെ, കുറച്ച് പേരും കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് പെയ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ ചെയ്ത പോലല്ല, നമുക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ കൂടി. എന്തായാലും നിങ്ങളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നത്തെ ആ സാക്ഷാത്കരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കും നന്നായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ മാക്സിമം തരുന്ന ടാസ്കുകളും തരുന്ന വർക്കുകളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. അതിന്റെ ഉദാഹരണമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഇത്രയും ആളുകളും ഒക്കെ. കാരണം ഞാൻ 5 പൈസ ചെലവാക്കാതെ 0 ബഡ്ജറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിന്റെ സക്സസിന്റെ ഫസ്റ്റ് സ്റ്റേജാണ്, എൻ്റെ ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് നാഴികക്കല്ലാണ് ഈ ഒരു ദിവസം, ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്, ഈ ഒരു വെബിനാർ. എനിവേ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ, ഞാൻ ആബിദ ബിൻ അബ്ദുൽ സമദ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ആൻഡ് ഇസ്ലാമിക് സോഷ്യൽ മീഡിയ മാനേജർ. യൂട്യൂബിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് വെറുതെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഒരു സർവീസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ഒരു കട ഒന്നും ഇടാതെ തന്നെ, അല്ലെങ്കിൽ നമ്മളെ ഒഴിവ് സമയം മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ സർവീസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന രീതിക്കാണ് മൊബൈൽ ഫോണ് അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന രീതിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പലർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗ്, പണം കൊടുത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് വരുന്നത്. പക്ഷെ അതല്ല, നമ്മൾ മാർക്കറ്റിംഗിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. കണ്ടന്റ് മാർക്കറ്റിംഗ് നമ്മൾ ഈ പോസ്റ്റുകള്, വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങൾ, റീൽസ്, ബ്ലോഗുകള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ അക്കൗണ്ടുകളിലൂടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം പേജ്, യൂട്യൂബ് ചാനല്, മറ്റ് വെബ്സൈറ്റുകൾ, ഇതിലൂടെ എല്ലാം നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ അതാണ് നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെയെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റ്, ഒരു ഡിജിറ്റൽ ഷോപ്പ്. വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ പലരുടെയും തെറ്റിദ്ധാരണയാണ്, നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലല്ലേ വെബ്സൈറ്റ് ആവശ്യമുള്ളൂ എന്നുള്ളത്. അത് തെറ്റായ ഒരു ധാരണയാണ്. നമുക്കൊരു സർവീസ് ആണെങ്കിലും വെബ്സൈറ്റ് ആവശ്യമാണ്. നമുക്കൊരു ഒരു കടയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം കടയായിട്ട് രൂപപ്പെടുത്തി ഓൺലൈനിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിയും. അതും 0 ബഡ്ജറ്റിൽ, 5 പൈസ ചെലവില്ലാത്ത നമ്മളൊന്ന് പഠിച്ചാൽ മതി. നമ്മളെ മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇമെയിൽ മാർക്കറ്റിംഗ്. നമ്മളെ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവർ, അവരുടെ ഇമെയിൽ കളക്ട് ചെയ്ത് വെച്ച് ആ അവരെ ഇമെയിലിന്റെ തന്നെ വീണ്ടും നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അവർക്ക് നമ്മളെ മറക്കൂല. നമ്മളൊരു പ്രൊഡക്റ്റിനെ മറക്കാതിരിക്കാം. നമ്മളെ ഓഫറുകള്, നമ്മളെ പുതിയ പ്രൊഡക്റ്റുകൾ, പുതിയ സർവീസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനോ വീണ്ടും അല്ലെങ്കിൽ അവരെ മറ്റൊരാൾക്ക് റെഫർ ചെയ്യാനോ മറ്റും കാരണമാവും. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇമെയിൽ മാർക്കറ്റിംഗ് കുറവാണെങ്കിലും ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. പിന്നെ ഉള്ളത് അനലറ്റിക്സ് ആണ്. നമ്മൾ ചെയ്യുന്ന കോണ്ടന്റുകൾ ആര് കാണുന്നു, എവിടെ നിന്നാണ് കാണുന്നത്, ആർക്കാണ് താല്പര്യമുള്ളത്, അതുപോലെ എത്ര ടൈം കാണുന്നുണ്ട്, ഏത്
കോണ്ടന്റ് ഷെയർ ചെയ്തപ്പോഴാണ് നമ്മൾ ഈ കൂടുതൽ വ്യൂസ് കിട്ടിയത്, അല്ലെങ്കിൽ കോണ്ടാക്ട്സ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കോണ്ടാക്ട്സ് ഏതൊക്കെ രീതിയിലുള്ളതാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നമുക്ക് സോഷ്യൽ മീഡിയകളിലെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അനലിറ്റിക്സ് കാണാൻ കഴിയും. ഈവൻ ഗൂഗിൾ മൈ ബിസിനസ്സിൽ പോലും, ഗൂഗിൾ മൈ ബിസിനസ്സിൽ നമ്മുടെ പ്രൊഫൈൽ എത്ര ആൾക്കാർ സെർച്ച് ചെയ്തു, ഏതിലൂടെയാണ് സെർച്ച് ചെയ്ത് വരുന്നത്, മാപ്പ് വഴിയാണോ, സെർച്ച് ബാർ വഴിയാണോ, അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ, ഒക്കെയും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ നമ്മളെ ആവശ്യക്കാർ, കസ്റ്റമർ ആരാണ്, എന്താണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ഇത് വിപുലമായി കഴിഞ്ഞിട്ട് നമുക്കൊരു ആഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഡ് ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി ഞാൻ നമ്മുടെ ഗോൾഡ് കെയർ കോഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്, എന്തൊക്കെയാണ് വരുന്നതെന്ന്. ആദ്യത്തെ മാസം ഫൗണ്ടേഷൻ ആണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ 4 ലൈവ് ക്ലാസ്സുകളാണ് വരുന്നത്. ബാക്കി റെക്കോർഡഡ് ക്ലാസ് പ്ലസ് അസൈൻമെന്റ് പ്രൊജക്ട്സ് ആണ് വരിക. അപ്പൊ അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ കുട്ടികളെ അസൈൻമെന്റ് അല്ല, നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്ത് പോകുമ്പോഴാണ് പഠിക്കുക. അല്ലാതെ നമ്മൾ ഇനി എത്ര അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാലും കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരിക്കലും പഠിക്കാൻ കഴിയൂല. നമ്മൾ എത്ര കാണാതെ പിടിച്ചാലും, ഇപ്പൊ വെള്ളത്തിൽ നീന്താൻ കൈയും കാലും ഇട്ട് അടിച്ചാൽ മതി പറഞ്ഞ പോലെ ആയിരിക്കും അത്. നമ്മൾ എപ്പോ ചെയ്ത് തുടങ്ങുന്നു അപ്പോഴേ പഠിക്കാൻ കഴിയുള്ളൂ. ആ ഒരു കാര്യം കൂടി എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം തരുന്ന ചെറിയ ചെറിയ ടാസ്കുകളായിരിക്കും, അത് കറക്റ്റ് ഡേയിൽ തിരിച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ. ഇനി ആദ്യത്തെ മാസം, ഒന്നാമത്തെ മാസം ഫൗണ്ടേഷന് സെറ്റപ്പ്. നമുക്ക് ബ്രാൻഡിങ് മെയിൻ കാര്യം, ഫസ്റ്റത്തെ കാര്യം ബ്രാൻഡിങ് ആണ്. ലോഗോ, കളറ്, സ്റ്റൈല് തുടങ്ങിയ കാര്യങ്ങൾ. ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത്തെ ദിവസം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിപ്പിക്കുക. മൂന്നാമത്തെ ദിവസം കലണ്ടർ, കോണ്ടന്റ് കലണ്ടർ, ക്യാപ്ഷൻ റൈറ്റിംഗ്, പോസ്റ്റ് ഡിസൈനിങ്. അടുത്തത് വെബ്സൈറ്റ് ക്രിയേഷൻ, ഫ്രീ ടൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്ന്. പിന്നെ ബ്ലോഗ് ചെയ്തിട്ട് എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യാം. അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമുക്ക് ബ്ലോഗുകൾ എഴുതാം, നമ്മുടെ കഥകളായിട്ടോ അങ്ങനെയൊക്കെയും ബ്ലോഗായിട്ട് എഴുതാം പല സ്ഥലങ്ങളിലും. അവിടെ നമുക്ക് നമ്മുടെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ആ ബ്ലോഗ് വായിക്കാൻ വരുന്നവർ കൂടുതലും നമ്മളെ കസ്റ്റമേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്കോ ലിങ്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ കഴിയും, നമുക്ക് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ മാസം നോക്കുന്നത് മാർക്കറ്റിംഗ് ആൻഡ് ഗ്രോത്ത് ടെക്നിക്സ്. നമ്മളിപ്പം ഫസ്റ്റത്തെ മാസം ബേസിക് ആയി കഴിഞ്ഞു. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ ഒരു ഡേ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് ബേസിക് ആയിട്ട് തന്നെ പോകും. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിന്റെ പെയ്ഡ് മാർക്കറ്റിങ്ങിൽ പഠിക്കാൻ കയറുന്നതെന്ന് വെച്ചാല് അന്ന് എന്താണോ അത് തൊട്ട് 42 ക്ലാസ്സുകളാണ് അവർക്ക് കിട്ടുക. അപ്പം ഇതിൽ തന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറുന്നവർക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ കഴിയുക. കാരണം ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സിന്റെ കണ്ടിന്യൂ ആയിരിക്കില്ല അടുത്ത ദിവസം, അത് തീർത്തിട്ടേ അടുത്ത ദിവസത്തേക്ക് പോവുള്ളൂ. അടുത്ത ദിവസം കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ചേർന്നവർക്ക് അത്രയും ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ്. പക്ഷെ മറ്റുള്ളവർക്കും പ്രശ്നമില്ല, ഇത് റെക്കോർഡ് കിട്ടും. അതുപോലെ തന്നെ അന്നാന്നുള്ളത് ആ ക്ലാസ്സുകളും കിട്ടുന്നതായിരിക്കും. പിന്നെ രണ്ടാമത്തെ മാസത്തെ എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റിംഗ് ആൻഡ് ഗ്രോത്ത് ടെക്നിക്സ് ആണ് രണ്ടാമത്തെ മാസം പഠിക്കാൻ പോകുന്നത്. അതിൽ സീറോ ബഡ്ജറ്റ് സ്ട്രാറ്റജീസ്,
അതുപോലെ അഫിലിയേറ്റ് ഇൻഫ്ലുവൻസേഴ്സ്. എന്നിട്ട് ഞാൻ ഓക്കെ ഓക്കെ ഇതിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ് എന്ന് കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കി യെസ് എന്ന് പറഞ്ഞാലും മതി. സ്ക്രീന് കാണുന്നില്ല. No, 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 ഇല്ല? no. ഓക്കെ, ഞാൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, ഇപ്പോ നമ്മള് പറഞ്ഞു വന്നത് നമ്മുടെ ക്ലാസ്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ് മന്തിലേക്ക് പോവാം. ഞാൻ ഇത് എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ആയിരുന്നതാണ്. സെഷൻ 2. യെസ്, ക്രിയേറ്റിംഗ് വെബ്സൈറ്റ് യൂസിങ് ഗൂഗിൾ സൈറ്റ്, അതുപോലെ കസ്റ്റം ഡൊമൈൻസ്, നാവിഗേഷൻ, SEO എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, പിന്നെ ബ്ലോഗിംഗ്, ലീഡ് ജനറേഷൻ ഇത് പറഞ്ഞു. ഇനി രണ്ടാമത്തെ മാസം മാർക്കറ്റിംഗ് ആൻഡ് ഗ്രോത്ത് ടെക്നിക്സ്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാൻ യൂസ് ചെയ്ത് തെളിഞ്ഞ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു തരും. അതിന്റെ മിസ്റ്റേക്ക് എന്താ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിന് യൂസ് ചെയ്ത ഒരു സ്ട്രാറ്റജി അതൊരിക്കലും ഒരു ഹോസ്പിറ്റലിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ അത് ശരിയാവും എന്ന് തോന്നുന്നില്ല. യോജിക്കുന്നുണ്ടോ? യെസ് എന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഞാനൊരു സ്ട്രാറ്റജി ഞാൻ വിജയിച്ച ഒരു സ്ട്രാറ്റജി മാത്രം നിങ്ങളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം അത് നമ്മൾ എപ്പോഴും ബിസിനസ് സ്ട്രാറ്റജികൾ മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ പഠിപ്പിച്ചു തരേണ്ടത് എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഏതൊക്കെ സ്ട്രാറ്റജികൾ ഉണ്ട്, ഏതൊക്കെ തന്ത്രങ്ങളുണ്ട്, ഒരു മാർക്കറ്റിങ്ങിന് എന്തൊക്കെ തന്ത്രങ്ങൾ യൂസ് ചെയ്യാം, അതെങ്ങനെ രൂപപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചു തരേണ്ടത്. അപ്പൊ അതാണ് രണ്ടാമത്തെ മാസത്തിൽ വരുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ബിസിനസ് വളരാൻ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും ആവശ്യം അതാണ്. ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ അത് അറിയാത്തത് കൊണ്ട് മാത്രം നമ്മളെ ബിസിനസ് സ്റ്റെക്കായി നിൽക്കും, അല്ലെങ്കിൽ ഗ്രോത്ത് കിട്ടൂല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ട്രെയിനിങ് കൊടുക്കണം. ഞാനിപ്പം ഈ ട്രെയിനിങ് ഓരോരുത്തർക്ക് വെച്ചിട്ട് ഓരോരുത്തർക്ക് മാത്രം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആയി മാറ്റുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസം ഒരാൾക്ക് അരമണിക്കൂർ, അപ്പോൾ നമുക്ക് ആ മാസം കിട്ടുന്ന ഇൻകം ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ അത് ബിസിനസ് എന്ന് പറയില്ല. അത് നമ്മളെ സർവീസ് അല്ലെങ്കിൽ നമ്മളെ വേജസ്, കൂലിക്ക് നിൽക്കുക, ആ രീതിയിലായിരിക്കും നമുക്ക് എമൗണ്ട് വരുന്നത്. കാരണം നമുക്ക് 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങണം, കുറച്ച് മണിക്കൂർ വേറെ കാര്യങ്ങളുണ്ട്, അതിന്റെ ബാക്കിയുള്ള സമയം മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ടൈം മാത്രമേ. നേരെ മറിച്ച് അതിന് പകരം ഇങ്ങനെ ഒരു
രീതിയിലേക്കാക്കി, ഒരു വെബിനാർ സ്റ്റൈലില് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റൈലിന്. ഇതിലേക്ക് എനിക്ക് എത്ര ആളെ കയറുന്നോ അല്ലെങ്കിൽ എത്ര ആളെ ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നോ അതിനനുസരിച്ചാണ് ഇൻകം വർദ്ധിക്കുന്നത്. അത് പലർക്കും ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഇപ്പോഴും പിന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫസ്റ്റ് ചെറിയ സംഖ്യക്ക് ഇതുപോലെ വെബിനാർസ് ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ ഈ ഓരോരുത്തർക്ക് മാത്രമായിട്ടാവുമ്പോൾ അത് പ്രീമിയം ലെവലിൽ കൊടുക്കണം. അപ്പൊ നമുക്ക് വ്യത്യാസം വരും, നമ്മുടെ ഇൻകം വ്യത്യാസം വരും, നമ്മുടെ സ്റ്റാറ്റസും മാറ്റം വരും. ആ രീതിയിലേക്ക് മാറുന്ന രീതിയാവണം. അത് ഞാൻ ഇപ്പം എൻ്റെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്ത സ്ട്രാറ്റജി ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പം നിഷേനെങ്കിലും അല്ലെങ്കിൽ ലത്തീഫ് സാറ് ഇൻവേർട്ടർ ആണ്, അതിൽ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ഇൻവേർട്ടർ വിൽക്കാൻ ഈ ഒരു സ്ട്രാറ്റജി നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സ്ട്രാറ്റജികൾ എങ്ങനെ ഉണ്ടാക്കാന്നാണ് പഠിപ്പിക്കുക, അല്ലാതെ സ്ട്രാറ്റജികൾ ബിൽഡപ്പ് ചെയ്തിട്ട് സ്പൂൺ ഫീഡ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം അല്ല. ഓക്കെ. പിന്നെ 5-ാമത്തെ ആഴ്ച, മന്ത് 2 5-ാമത്തെ ആഴ്ച വരുന്നത് ഓർഗാനിക് വിഎസ് പെയ്ഡ് മാർക്കറ്റിംഗ്. ഓർഗാനിക് മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ പെയ്ഡ് മാർക്കറ്റിംഗ്. പെയ്ഡ് മാർക്കറ്റിംഗിൽ പെടുന്നതാണ് ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ്, ഇൻസ്റ്റഗ്രാം ആഡ്സ്. ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ആഡ്സ് കൂടുതൽ ഒരുമിച്ചാണ് വരുന്നത്. പിന്നെ യൂട്യൂബിൽ ആഡ്സ് ഇടാൻ പറ്റും. പിന്നെ ഈവൻ നമ്മുടെ വാട്സപ്പിൽ പോലും ആഡ്സ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. വാട്സപ്പിൽ നമുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എപ്പോൾ എത്ര സമയത്തിന് ആർക്കൊക്കെ ചെയ്യാന്നുള്ള രീതിയിലുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ, അത്രയും റെലവെന്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഇൻകം തിരിച്ചു ഉണ്ടെങ്കിൽ മാത്രമേ വാട്സപ്പ് മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം 75 വയസ്സ് 1 രൂപേന്റെ അടുത്ത് ഒരാൾക്ക് ചെലവാകും. അപ്പോൾ അത് അത്രയും നമുക്ക് തിരിച്ച് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. പിന്നെ വരുന്നത് സീറോ ബഡ്ജറ്റ് മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സീറോ ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒന്നാണ് ഈ ഷെയർ ചെയ്യൂ സമ്മാനം നേടൂ, സ്റ്റാറ്റസ് വെക്കൂ സമ്മാനം നേടൂ, ഗീവേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ. അതാവുമ്പോൾ സീറോ ബഡ്ജറ്റ് ആണോന്ന് വെച്ചാൽ അല്ല, എന്നാലും അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. കാരണം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്യാഷ് പ്രൈസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ 1000 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചാൽ, നമ്മളെ പ്രൊഡക്റ്റിന് നമുക്ക് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് നമുക്കൊരു 5000 രൂപ ഈ ഒരു ഷെയറിങ്ങിലൂടെ കിട്ടുന്നതാണെങ്കിൽ ഇത് അവിടെ സീറോ ബഡ്ജറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ 1 മാസം ശേഷം അല്ലെങ്കിൽ 1.5 മാസത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ സംഭവം അതുവരെ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾക്ക് 5 പൈസ ചെലവില്ല, അതുവരെ 5 പൈസ ചെലവില്ല. ആ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. മറ്റേതാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പൈസ കണ്ടെത്തണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ടാർഗറ്റ് വെക്കുകയാണ്, 50 ആൾക്ക്, 100 ആൾക്ക് അല്ലെങ്കിൽ 5000 ആൾക്ക്. അതിൽ നിന്ന് 5001 ആളുകളിലേക്ക് പോകൂല. അതാണ് സീറോ ബഡ്ജറ്റ് മാർക്കറ്റിങ്ങിന്റെയും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇത് സീറോ ബഡ്ജറ്റിൽ വരുന്ന തന്നെയാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടാലേ അത് നമ്മളിപ്പം അതിന് ശേഷം പല പോസ്റ്റുകളും ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ പ്രൊഡക്റ്റ് ആയാലും ഒരു ബ്രാൻഡാക്കി മാറ്റണമെങ്കിൽ, അതുപോലെ നമുക്ക് സ്വയം ഒരു ബ്രാൻഡായി മാറണമെങ്കിൽ, ഒരു സ്പെഷ്യലിസ്റ്റ് ആയി മാറണമെങ്കിൽ ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ, ഈ ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ പരസ്യം ചെയ്ത ഒരു സംഭവം ഒരാൾ കാണുമ്പോൾ ഒരിക്കലും അത് ഒരു പ്രൊഫഷണൽ ആണ് കേട്ടോ എന്ന് പറയാൻ പോണില്ല. അവര് ഓർഗാനിക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് അവർക്ക് കൂടുതൽ കൂടുതൽ കണ്ടന്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇന്നും കാണുകയാണ്, 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വേറെ കോണ്ടന്റ് ആയിട്ട് കാണുകയാണ്. ആ രീതിയിലാവുമ്പോൾ അവർക്ക് ട്രസ്റ്റ് വരും. അല്ലാതെ ആഡും ഇതും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അത് തന്നെയാണ്. കാരണം നമ്മൾ ആഡ് കൊടുക്കുമ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്ത് അത് കാലങ്ങളോളം ഓടിക്കുന്ന
പരിപാടിക്കാണ് ആഡ് ക്രിയേഷൻ അല്ലെങ്കിൽ ആഡ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിംഗ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, എന്നും പുതിയ 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 സംഭവങ്ങൾ. ആ സമയത്ത് നമ്മൾക്ക് റീച്ച് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേറെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ അക്കൗണ്ടിലേക്ക് വരും, ചാനലിലേക്ക് വരും, അവർ സെർച്ച് ചെയ്യും, അവർ ഹാപ്പി ആവും. ആ രീതിയിലേക്ക്. ഓക്കെ. ഇപ്പോ ഇന്ന് തന്നെ ഞാൻ ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്ന ഒരാളാണ്. ആ ആള് പറഞ്ഞു സൗണ്ട് കേട്ടപ്പോ മനസ്സിലായിട്ടോന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിന്റെ ഒറ്റ കാരണം ഈ വെബിനാറുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയാണ്. അത് തന്നെയാണ് ഈ ഓർഗാനിക് മാർക്കറ്റിന്റെ പ്രത്യേകത. നമുക്ക് 5 പൈസ ചെലവില്ലെങ്കിലും നമ്മൾ അറിയാത്തവർ വരെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇൻഫ്ലുവൻസർ ആൻഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ കമ്മീഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാം. ഇൻഫ്ലുവൻസേഴ്സ് തന്നെ രണ്ട് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു പർട്ടിക്കുലർ രൂപ ആദ്യമേ പറയും, ചാർജ് പറയും. ഈ ഇപ്പം ഒരു 100K സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഇത്ര രൂപ വേണം ചെയ്യാൻ, നിങ്ങളുടെ വീഡിയോ ചെയ്യാൻ എന്നുള്ളത് പറയും. അഫിലിയേറ്റ് ആകുമ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാൻ ഇന്നിലൂടെ വിൽക്കുകയാണെങ്കിൽ അതിനാണ് അവർ കോഡുകളൊക്കെ കൊടുക്കുന്നത്. ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇന്ന കോഡ് കൊടുക്കൂ എന്ന് പറഞ്ഞാണ്ട് കൊടുക്കുന്നത് അതാണ്. കാരണം അവരെ കോഡിലൂടെ വരുന്ന എത്ര കസ്റ്റമർ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ക്യാഷ് പേ ചെയ്യാം. ഈ രണ്ട് രീതിയിലാണ് വരുന്നത്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100K ഉള്ള അല്ലെങ്കിൽ 500K ഉള്ള ഒരു ഇൻഫ്ലുവൻസറിനെ തപ്പിപ്പോകുന്നതിലും നല്ലത് നമുക്ക് 1K ഉള്ളൂ, 1K 2K ഉള്ള ഒരു 5-6 ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ ഒരു 10-12 ഇൻഫ്ലുവൻസേഴ്സിനെ സമീപിക്കാൻ നല്ലത്. കാരണം അവർ തമ്മിലുള്ള നമ്മൾ കൊടുക്കേണ്ട പൈസയിലും വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഇവരതാവും മറ്റവരുടെ കൂടുതൽ റീച്ച് കിട്ടുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബർ ആയ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാമർ ആണ് ഉള്ള കാരണം കൊണ്ട് മാത്രം നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ അവരെ കയ്യിൽ എത്തിക്കരുത്. നമ്മൾ നോക്കുക നമ്മുടെ കസ്റ്റമർ ആണോ അവരെ വ്യൂവേഴ്സ് എന്നുള്ളത്. അതിനാണ് നമുക്ക് നമ്മളെ കസ്റ്റമർ ആരാണെന്ന് ആദ്യ ധാരണ വേണമെന്ന് പറയുന്നത്. നമ്മൾ ബ്രാൻഡിങ്ങിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും. ഇനി ഞാൻ വേഗം പോവാണ്. പിന്നെ ഉള്ളത് സെഷൻ 4 ഗൊറില്ല മാർക്കറ്റിംഗ്, ഗ്രോത്ത് ഹാക്കിംഗ് ടിപ്സ്, പിന്നെ ഇ കൊമേഴ്സ് ലിസ്റ്റിംഗ്. അറിയാലോ, ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇതിലൊക്കെ ഇ കൊമേഴ്സിൽ ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഉള്ളത് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ്. ഫസ്റ്റ് ദിവസം എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, നമുക്ക് എങ്ങനെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ എന്തൊക്കെ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ അടുത്തത് പ്രൊഡക്റ്റ് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കൊടുക്കണം, SEO എങ്ങനെ ചെയ്യാം, ടൈറ്റിൽ എങ്ങനെ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ. മൂന്നാമത്തെ ദിവസം സ്ട്രാറ്റജികൾ, പ്രൈസിങ് സ്ട്രാറ്റജി, കോമ്പറ്റീഷൻ റിസർച്ച് തുടങ്ങിയ കാര്യങ്ങൾ. നമ്മൾ ആമസോണിലൊക്കെ ഇടുമ്പം ശരിക്കും പറഞ്ഞാൽ ലുലു മാളിൽ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നതിന് തുല്യമാണ്, പ്ലേസ് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ ഗൂഗിളിൽ അടിക്കുമ്പം ഗൂഗിൾ ആ ഒരു ബ്രാൻഡിങ് രീതിയിലേക്ക് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് മാറും. പിന്നെ ഉള്ളത് ഡെലിവറി, പാക്കേജിങ്, കസ്റ്റം ഹാൻഡ്ലിങ്, അതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഏഴാമത്തെ ആഴ്ച ഇമെയിൽ മാർക്കറ്റിംഗ്. ഏഴാമത്തെ ആഴ്ച ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ഫുള്ള് കാര്യങ്ങളും, ഇൻട്രോ ടു ഇമെയിൽ മാർക്കറ്റിംഗ്, ഇമെയിൽ ടൂളുകൾ, ഇമെയിൽ ബൾക്കായിട്ട് ഇമെയിൽ അയക്കാനുള്ള മാർഗങ്ങൾ. ഇപ്പൊ നമുക്ക് ഒരു 100 കസ്റ്റമേഴ്സ് ഉണ്ട്, 100 കസ്റ്റമേഴ്സിനും ഒരുമിച്ച് നമുക്കൊരു വിഷ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓഫറുകൾ അറിയിക്കാം തുടങ്ങിയ കാര്യമൊക്കെ. അല്ലെങ്കിൽ 500 ആൾക്ക്. ഇതിൽ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗിൽ തന്നെ പെയ്ഡ് മാർക്കറ്റിംഗും ഉണ്ട്, അല്ലാതെ ഫ്രീ ടൂൾസും തരുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ആപ്പുകൾ ഉണ്ട്. പിന്നെ ക്രിയേറ്റിംഗ് ലീഡ് മാഗ്നറ്റ്സ്, ഓപ്റ്റിൻ ഫോംസ്. നമുക്ക് എങ്ങനെ ലീഡ് മാഗ്നറ്റ് ആവാം, നമ്മൾ ഇങ്ങോട്ട് വരുന്ന ലീഡ്സ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ എന്തൊക്കെ സെറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും.
നമ്മളൊരു കാര്യം ഒരു മെയിൽ അയച്ചാലേ എങ്ങനെയാണ് അവര് നമ്മ ഇങ്ങോട്ട് തേടി വരിക, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പൊ മെയിൽ അയക്കുകയാണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് വരുന്ന രീതിയിൽ. പിന്നെ എങ്ങനെ എഫക്റ്റീവായ ഇമെയിലുകൾ അയക്കാം, എഴുതാം, അതുപോലെ വെൽക്കം, സെയിൽസ്, ഫോളോ അപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഓട്ടോമേഷൻ ആൻഡ് ക്യാമ്പയിൻസ്. ഈ ഓട്ടോമേഷനൊക്കെ നമ്മുടെ ഗ്രോത്തിന് ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരാളെ പണിക്ക് വെക്കുന്നതിന് തുല്യാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് തന്നെ ഈ ഒരാള് കോണ്ടാക്ട് ചെയ്ത ഉടനെ ഞാൻ ഒന്നെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഞാൻ എങ്ങനെ സഹായിക്കണം? നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഓക്കെ, ബാക്കി കാര്യം പറയാനുള്ള ഒരു ഗ്യാപ്പായി. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പം ആ എന്താണ് കാര്യം എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്കത് എളുപ്പമാക്കി തരാണ്. ഇത് കൂടാതെ ഓട്ടോമേഷൻ ഒരുപാടുണ്ട്. ഇത് വാട്സപ്പ് ഓട്ടോമേഷൻ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ ഓട്ടോമേഷൻ ഉണ്ട്. അതെല്ലാം നമുക്ക് ഇപ്പൊ മെസ്സഞ്ചർ ഓട്ടോമേഷനിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ നേരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്തില്ലെങ്കിലും നമ്മൾ എല്ലാ മേഖലയിലും പോയി നോക്കിയില്ലെങ്കിലും വാട്സപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റും. പിന്നെ 8ാമത്തെ ആഴ്ച ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ആഡ്, സെറ്റിംഗ് അപ്പ് ബിസിനസ് സ്യൂട്ട്. എങ്ങനെ ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എങ്ങനെ ആഡ് ചെയ്യണം. പലരെയും തെറ്റിദ്ധാരണയാണ്, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നു, ആഡ് മാനേജർ ഓപ്പൺ ചെയ്യുന്നു, അതിൽ നമ്മുടെ ആവശ്യങ്ങൾ അടിക്കുന്നു. പക്ഷേ സത്യത്തില് ആ ആഡ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളെ കസ്റ്റമേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കസ്റ്റമേഴ്സ് എന്തൊക്കെ കീവേഡ്സ് ആണ് നോക്കുന്നതെന്ന് സെർച്ച് ചെയ്യാനുണ്ട്. നമ്മൾ കൊടുക്കുന്ന കീവേഡ് എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന കീവേഡ് എത്രത്തോളം ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് ആണ്, അതുപോലെ അത് കറക്റ്റ് നമ്മളെ കസ്റ്റമേഴ്സിലേക്ക് തന്നെയാണ് എത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. എന്നിട്ടാണ് ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ്സ് കൊടുക്കാൻ പാടുള്ളൂ. പലരുടെയും തെറ്റിദ്ധാരണയാണ്, നമ്മൾ ഈ ഫ്രീ വെബിനാറിൽ ഫേസ്ബുക്ക് ആഡ്സിനെ കുറിച്ച് പറയും, അവര് പോയി പണം ചെലവാക്കും, അവർക്ക് വേണ്ട രീതിയിൽ ഇൻകം കിട്ടൂല. ഇത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് ചെയ്താൽ മാത്രം തിരിച്ച് സോഴ്സ് കിട്ടുള്ളൂ. നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ബാക്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇപ്പൊ SEO പോലുള്ള കാര്യങ്ങൾ, അതിന് കീവേഡ് സെർച്ച് ചെയ്യാന്ന് പറയും. എത്ര പേര്, ഏത് ഏരിയയിലുള്ളവര്, എത്ര വയസ്സിനുള്ളിലുള്ളവര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം വേണം ആഡ് ക്യാമ്പയിൻ ചെയ്യാൻ. പിന്നെ സെറ്റിംഗ് അപ്പ് ബിസിനസ് സ്യൂട്ട്, മെറ്റാ ബിസിനസ് സ്യൂട്ട് ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക. പിന്നെ ഓഡിയൻസ് ടാർഗറ്റിംഗ്, പിക്സൽ സെറ്റപ്പ്, ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ, റണ്ണിങ്, മോണിറ്ററിങ്, സ്കെയിലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇനി അവസാനത്തെ 3ാമത്തെ മാസ്റ്ററി ആൻഡ് കോണ്ടന്റ് മോണിറ്റൈസേഷൻ. വാട്സപ്പ്, യൂട്യൂബ് മാർക്കറ്റിംഗ് ഏതൊക്കെ രീതിയിൽ, മാർക്കറ്റിംഗ് മറ്റേത് സെറ്റപ്പ് ആയിരുന്നു, ഫസ്റ്റ് സെറ്റപ്പ് പറഞ്ഞത്, ഇപ്പൊ മാർക്കറ്റിംഗ് ഏതൊക്കെ രീതിയിൽ, വാട്സപ്പ് ഓട്ടോമേഷൻ, കാറ്റലോഗ്, ലിങ്ക് ട്രാക്ക് ചെയ്യല് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെ, സ്റ്റാറ്റസ് മാർക്കറ്റിംഗിന്റെ ടെക്നിക്കുകൾ ഏതൊക്കെ, യൂട്യൂബ് വീഡിയോ, SEO, തമ്പനയില് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെ, പിന്നെ എഡിറ്റിംഗ് റീൽസ് ആൻഡ് ഷോർട്സ് ഓൺ മൊബൈൽ. കൂടാതെ യൂട്യൂബ് വീഡിയോ എഡിറ്റിംഗ്, ഷോർട്ട് കട്ട്, VN എഡിറ്റർ അല്ലെങ്കിൽ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. റീൽസും അതുപോലെ തന്നെ ക്യാപ് കട്ട്, ഇൻഷോട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ഈ 4ഉം പഠിപ്പിക്കുന്നുണ്ട്. എഡിറ്റിംഗ് നമുക്ക് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താലും മതി, 4ഉം യൂസ് ചെയ്തിട്ടും ഏതെങ്കിലും ഒന്ന് മതി. ഒരു വട്ടം നമ്മൾ ഒരു ആപ്പ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ അതിന്റെ കോപ്പികൾ തന്നെയാണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ആഡിങ് സബ് ടൈറ്റിൽസ്, എഫക്ട്സ്, ട്രാൻസിഷൻസ്. എങ്ങനെ സബ് ടൈറ്റിൽ കൊടുക്കാം. സബ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ എഴുതി കാണിക്കുന്ന സംഭവം എങ്ങനെ വരും. പിന്നെ എങ്ങനെയാണ് റീപർപ്പസിങ് വീഡിയോസ് ഇൻ മൾട്ടിപ്പിൾ
പ്ലാറ്റ്ഫോംസ് നമുക്ക് വീണ്ടും ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റും. കണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതൊരു നല്ല ഒരു വീക്ക് 11 അത് അതറിഞ്ഞാൽ തന്നെ നമ്മളെ കോണ്ടന്റുകൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നേരെ പോയി കോണ്ടന്റ് മാർക്കറ്റ് സ്ട്രാറ്റജിയും പഠിച്ച് നമുക്ക് സക്സസ് ആവാന്ന് വിചാരിക്കാൻ പറ്റൂല. നമ്മൾ ചെയ്തു വരുമ്പം ഈ സ്ട്രാറ്റജികൾ കൂടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ടൈപ്സ് ഓഫ് കോണ്ടന്റ്, ഏത് രീതിയിലുള്ള കോണ്ടന്റുകളൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഇമോഷണലി എന്റർടൈനിങ്, നമ്മളിപ്പോ കൂടുതലും കാണുന്നത് എന്റർടൈനിങ് ആവും. ചിലത് നമ്മളെ പിടിച്ചിരുത്തും, ഇമോഷണൽ ആക്കും. നമുക്കിങ്ങനെ ഫീൽ ചെയ്യും, ഓ അങ്ങനെ വേണ്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാ ഐഡി നിന്നത്. നമ്മളിപ്പം ഒരു പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ട് അവരെ കൊണ്ട് നിർത്തും. അതൊക്കെ ഇമോഷണൽ ആയിട്ട് നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾ ഓർക്കും ഇത് മാർക്കറ്റിങ്ങിന്റെ തന്ത്രം ഇതിലുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ റീപർപ്പസിങ്, ഷെഡ്യൂളിങ് കോണ്ടന്റ്. ഞാൻ ഈ 40 കഴിഞ്ഞാൽ വീണ്ടും ഒരു വട്ടം കൂടി ലിങ്ക് അയക്കാട്ടോ, കാരണം ഇത് 40 മിനിറ്റ് പറ്റുള്ളൂ. സൂമിൽ ഫ്രീ ആയിട്ട് ഉള്ളതിൽ 40 മിനിറ്റ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവർ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടി ഓപ്പൺ ചെയ്യും. ഇതിനുള്ളിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു വിചാരിക്കുന്നത്. പിന്നെ ഉള്ളത് ടൂൾസ്, നോഷൻ, ബഫർ, മെട്രിക്കുകള്. ഈ ഏതൊക്കെ ടൂൾസുകൾ യൂസ് ചെയ്യാം, നമ്മൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് എല്ലാ സോഷ്യൽ മീഡിയകളും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് അയക്കാൻ പറ്റുന്നു. മറ്റേ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യണം, യൂട്യൂബ് ഓപ്പൺ ചെയ്യണം, ഇതങ്ങനെയല്ല, ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലായിടത്തേക്കും അയക്കുന്ന രീതിയിലേക്ക് എത്തും. അവസാനത്തെ വീക്കില് ബിൽഡിംഗ് യുവർ സിസ്റ്റം, എങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ ഗ്രോത്ത് ലെവലിലായ പിന്നെ ഉള്ളത് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റിംഗ് യുവർ മാർക്കറ്റിംഗ് ഫണൽ, ഇതൊരു ഒരു നല്ല അടിപൊളി കാര്യമാണ്. കാരണം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണൽ യൂസ് ചെയ്യാം. ഈ ഫണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും സംതിങ്, എന്തോ ഒന്ന്. അപ്പൊ അത് കണ്ടിട്ട് വരുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയിലെ കസ്റ്റമർ ആയിരിക്കും. ഇപ്പൊ ഞാനിപ്പം മാർക്കറ്റിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അത് പഠിക്കാൻ വന്നവരുണ്ടെങ്കിൽ അവർ ഭാവിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉള്ളിലെങ്കിലും. അപ്പോൾ അതന്നെ ഫസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, പിന്നെ അവർക്ക് നമ്മൾ വാല്യൂസ് കൊടുത്തോണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കസ്റ്റമേഴ്സ് റിവ്യൂസ് കൊടുത്തോണ്ടിരിക്കുന്നു, സക്സസ് സ്റ്റോറീസ്